ഞങ്ങൾക്ക് വേണ്ടി ഇമാമ നിൽക്കാൻ. പൂർണ്ണാരോഗ്യവാനായി ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന എല്ലാ പ്രതീക്ഷയോടെയും സ്വഹാബാക്കൾ സഫ്വണി നിരന്നു. പക്ഷേ ആകാശഭൂമികളെ കരയിപ്പിച്ച, ഹൃദയങ്ങളെ മരവിപ്പിച്ച ആ വാർത്ത അവർക്ക് കേൾക്കേണ്ടി വന്നു. തിരികെ ഇല്ല ഇനി ആ പ്രവാചകൻ ഞങ്ങളിലേക്കെന്ന പ്രവാചകന്റെ മരണവാർത്ത. ധീരനായ ഉമർ പോലും ഹൃദയം തകർന്നുകൊണ്ട് വൈകാരികമായി പറഞ്ഞുപോയി, എൻ്റെ പ്രവാചകൻ വഫാത്തായി എന്നാരെങ്കിലും എന്നോട് പറഞ്ഞാൽ അവൻ്റെ ശിരസ് ഞാൻ അരിഞ്ഞെടുക്കുമെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറെ നീ സമാധാനിക്ക്, നീയൊന്ന് സമാധാനിക്ക് ഉമറെ. അബൂബക്കറിൻ്റെ തോളത്ത് വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ പറഞ്ഞത്, എല്ലാവരും വഫാത്തായിക്കോട്ടെ, എല്ലാവരും മരിച്ചോട്ടെ, എൻ്റെ പ്രവാചകൻ ജീവിച്ചിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്ന അബൂബക്കറെ, ഞാൻ കൊതിച്ചു പോകുന്നു. സ്വന്തം നഫ്സിനേക്കാൾ പ്രവാചകനെ ഹൃദയതുല്യം സ്നേഹിച്ച പ്രിയപ്പെട്ട സ്വഹാബാക്കൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സമനില നഷ്ടപ്പെട്ടുപോയി, ഞങ്ങൾക്ക് ഭ്രാന്തായതുപോലെ ഞങ്ങൾ ഒറ്റപ്പെട്ടുപോയി, ഞങ്ങൾ അനാഥരായതുപോലെ ഞങ്ങളുടെ കണ്ണിലെല്ലാം ഇരുട്ടായി, ഞങ്ങളെ കാതുകളെല്ലാം അടഞ്ഞുപോയി. കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ പ്രകാശമായിരുന്നു, ഞങ്ങൾ കടഞ്ഞുപോയത് മൊഴിമുത്താർന്ന വാക്കുകളായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പ്രവാചകനില്ലാത്ത നാട്ടിൽ ഞാനില്ലെന്ന് പറഞ്ഞ് നാട് വിട്ടുപോയി ബിലാൽ ഇബ്നു റബാഹ് എന്ന പ്രിയപ്പെട്ട സ്വഹാബി. അനാഥത്വത്തിൻ്റെയും വേർപാടിൻ്റെയും തിരമാലകൾ അടിച്ചു കയറിയ ആ ദിനത്തിലൂടെ കണ്ണീരോടെയല്ലാതെ ഒരു വിശ്വാസിക്കും കടന്നു പോകാനാകില്ല.